അലിച്ചേട്ടാ, അലിച്ചേട്ടാ, ഒരു സൂട്ട് തയ്ക്കണമായിരുന്നു. നല്ല ടിപ് ടോപ്പ് ആയിട്ടുള്ളത്, ആദ്യത്തെ പോലെയുള്ളത്. എന്റെ കൈ കൊണ്ട് തുന്നിയാ ടിപ് ടോപ്പിന് കുറവായിട്ട് ഒന്നും ഉണ്ടാവില്ല. അതെനിക്കറിയാം. അതെന്താന്ന് വെച്ചാ എന്റെ ഭർത്താവ് വർഷത്തിൽ ഒരിക്കലാ വരുന്നത്. അതെന്താന്ന് വെച്ചാ ഇപ്പോ 2 ആഴ്ചക്കുള്ളിൽ വരും. അതുകൊണ്ട് വരുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം. പുതിയ ഡ്രസ്സ് തയ്ച്ചിക്കണം. കാരണം അദ്ദേഹം വന്നാ ഞാനൊന്ന് അണിഞ്ഞൊരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇടണം. അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടെങ്കിൽ എന്താ പ്രയോജനം? നിങ്ങൾ പറഞ്ഞു വളരെ ശരിയാ. സ്ത്രീകളൊക്കെ സുന്ദരമായി നടക്കാല്ലാതെ വേറെന്ത് പണിയല്ലേ? നിങ്ങൾക്ക് എന്ത് രീതിയിലാണോ വേണ്ടത് അങ്ങനെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാം. ഒരു തവണയല്ല, പിന്നെ 10 തവണ വരെ നിങ്ങളെ കാണാൻ. ഇത് പ്രീതിയാണ്, എന്റെ നാത്തൂന. ഞാനാണെങ്കിൽ ശ്വാസം വിടാതെ സംസാരിച്ചോണ്ടിരിക്കും. അവളാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടില്ല. ഇത് എവിടെ വന്നിക്ക്? ഒരു സെക്കൻഡ്. സൈസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ മാം. ഡയറ്റ് ഇല്ല. ശരി ശരി. 34. നിങ്ങൾ അളവെടുക്കൽ കഴിഞ്ഞു. അലിച്ചേട്ടാ, സൂട്ട് എപ്പോ തരാൻ പറ്റും? കുറച്ച് സമയമാവട്ടോ. സാറിന് ഹോസ്പിറ്റൽ വരെ കുട്ടി പോകണുണ്ടായിരുന്നു, അതുകൊണ്ടാ കുറച്ച്. ഒരു പ്രശ്നമില്ല അലിച്ചേട്ടാ, ടൈം എടുത്താലും പ്രശ്നമില്ല. നിങ്ങൾ ഭാര്യ എന്ന് നന്നായിട്ട് നോക്കുന്നേ. ദൈവം നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കാൻ അനുവദിക്കട്ടെ. എന്റെ ആഗ്രഹം അത് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ സംഭവിക്കണേന്ന്. സൂട്ട് സ്റ്റിച്ച് ചെയ്ത ഉടനെ പറയണം കേട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സൂട്ടിന്റെ പണി ഉടനെ തുടങ്ങാം. ശരി. നിനക്കറിയോ പ്രീതി, നന്നായിട്ട് തയ്ക്കും കേട്ടോ. നിനക്ക് വേണമെങ്കിൽ തയ്ക്കാൻ കേട്ടോ. അടിപൊളിയായിട്ട് തയ്ച്ചു തരും. ഹലോ ഹലോ. ആ ചേട്ടാ, പൂജയുടെ അമ്മയെ സംസാരിക്കുന്നേ. കഴിഞ്ഞ ആഴ്ച അവിടെ വന്ന് നിങ്ങൾക്ക് കല്യാണത്തിനുള്ള വസ്ത്രങ്ങൾ തന്നില്ലേ? അതെ ചേട്ടത്തി. എന്താ പെട്ടെന്നൊരു ഓർമ്മ? അതെന്താന്നറിയോ ചേട്ടാ, ഞാനും പൂജയുടെ അച്ഛനും 4 ദിവസത്തേക്കൊന്ന് പുറത്തേക്ക് പോവാണ്. നിങ്ങൾക്കറിയാലോ ഇതൊരു കല്യാണ വീടാണെന്ന്. അപ്പൊ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. പൂജയുടെ എല്ലാ വസ്ത്രങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നില്ലായിരുന്നു. അതിലേതെങ്കിലുമൊക്കെ റെഡിയായോ? അതില്ലേ, ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയായിരുന്നു. അല്ല, ഞാനത് റെഡിയാക്കുന്നേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് റെഡിയാവും. നിങ്ങൾ കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കണ്ടേ. റെഡിയായ ഉടനെ ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടിലൊന്ന് തന്നോളാം. നിങ്ങൾ സമാധാനമായിട്ട് ഷോപ്പിങ്ങിന് പോകും. പൂജയുടെ ഡ്രസ്സിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി ചേട്ടാ, വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക്. നമസ്കാരം. പൂജമോളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ തന്നില്ലേ, അത് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നതാ. മോളുടെ അമ്മേൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഫോൺ വന്നതാ, ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കണമെന്ന്. നിങ്ങൾ അധികം തന്നേക്ക്. എന്നാ പിടിച്ചോളൂ. ഇത് അകത്തേക്ക് പോകുന്നില്ലല്ലോ. കതവ് തുറക്കും, 1 മിനിറ്റ്. ഇതേ നോക്കിയേ, ഞാൻ എത്ര ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതെന്ന്. നിങ്ങളെപ്പോലെ തന്നെ. ഇതൊന്ന് എനിക്ക് ഇട്ട് കാണിക്കോ? എന്നിട്ട് ഫിറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് പറ പ്ലീസ്. നിങ്ങൾ ഇതിങ്ങ് എന്റെ കയ്യിൽ തന്നേക്ക്. നിങ്ങൾ പോയിക്കോ. പോകാനാ പറഞ്ഞേ. ഇതിന്റെ അകത്ത് എൻ്റെ ഒരു സാധനമുണ്ട്.
ഫോൺ എടുക്ക്. പൂജ തുറന്നില്ലെങ്കിൽ ഞാൻ തല്ലിപ്പൊളിക്കും. തുറക്ക്. പ്ലീസ് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഇവിടുന്ന് പോ പ്ലീസ്. ഞാൻ വിടാം. ഒരു മിനിറ്റ് വിടാം. എന്നെ വിട്. എന്നെ ഒന്നും ചെയ്യരുത്. പ്ലീസ് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. വിടാം. വിട്ടേക്ക്. നിങ്ങൾ പെൺകുട്ടികൾ എന്താ മനസ്സിലാക്കാത്തേ? ആ എന്തുകൊണ്ടാ മനസ്സിലാക്കാത്തേ? എന്തുകൊണ്ടാ മനസ്സിലാക്കാത്തത്? എനിക്ക് വാശി പിടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാന്ന്. പ്ലീസ് പ്ലീസ് എന്നെ വിട്ടേക്ക്. ഞാൻ കാല് പിടിക്കാൻ. എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്ടേക്ക്. വിട്ടേക്ക്. ആദ്യം ഇതിട്ട് കാണിക്ക്. ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെന്ന് കാണാമല്ലോ. ഇട്ട് കാണിക്കാൻ. ഇതാരോടെങ്കിലും പറയണം നിന്റെ മനസ്സിൽ തോന്നിയാൽ പോലും അറിയാലോ, നിന്റെ കല്യാണം മുടങ്ങും. പിന്നെ നിന്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ അഭിമാനം. ഇത്രയും വലിയ നാണക്കേട് നിന്റെ വീട്ടുകാരെങ്ങനെ ഫേസ് ചെയ്യും? ആ പിന്നെ എനിക്ക് എപ്പോഴൊക്കെ തോന്നുന്നോ അപ്പോഴൊക്കെ ഞാൻ നിന്നെ വിളിപ്പിക്കും കേട്ടോ എൻ്റെ അടുത്തേക്ക്. അപ്പോ നീ ഒരു വാശിയും പിടിക്കാതെ വരണം. നിനക്കറിയാലോ, വാശി പിടിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടമല്ല എന്ന്. നിങ്ങളെന്താ ഇവിടെ? ഞാൻ ഇവിടെ ഒരു ചെറിയ ജോലിക്കാര്യത്തിന് വേണ്ടി വന്നതാ. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അതല്ല ഇതെന്താ? നീ ഇതുവരെയ്ക്കും പൂജയുടെ ബുക്സും തിരിച്ചു കൊടുത്തില്ലേ? ശരി, പിന്നീട് കൊടുക്കാം. നമുക്കിപ്പോ ഒരുപാട് ജോലിയുണ്ട്. അത് പിന്നെ അയ്യോ സഹോദരൻ, ഞാൻ മറന്നു ഈ സംസാരത്തിന്റെ ഇടയിൽ. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. അല്ല, നിങ്ങളെന്താ ഇവിടെ? അത് പിന്നെ ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ്. അത് ശരി. പിന്നെ പറ, ഞങ്ങൾ ഡ്രസ്സ് റെഡിയാണോ? അതിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശരി, ഞാൻ മറ്റന്നാൾ വന്ന് ഡ്രസ്സ് വാങ്ങിക്കാം. അപ്പോഴത്തേനും ഡ്രസ്സ് ശരിയാക്കിയാൽ മതി. ഇപ്പൊ ഉണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് ഒരു അർജന്റ് കാര്യത്തിന് പോണം. ശരി, ഓക്കെ. വാ. അതെ, ആരെങ്കിലും പോലീസിൽ ഫോൺ ചെയ്യേ. അയ്യോ, ആ പെണ്ണ് മരിച്ചു തോന്നുന്നല്ലോ. അനക്കമൊന്നുമില്ല. അയ്യോ, ഇത്ര മോളിൽ നിന്ന് ചാടിയിരിക്കുന്നു. ഇഷ്ടം എന്താ പറ്റിയത്? ആരെങ്കിലും തള്ളിയിട്ടാണോ? ചാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനെന്നാ പൊയ്ക്കോട്ടെ? ശരി, പൊയ്ക്കോ. നിൽക്കേ. ഞാൻ നിന്നെ വിളിച്ചത് നീ കേട്ടില്ലായിരുന്നോ? ക്ഷമിക്കണം സാർ, ഞാൻ കേട്ടില്ല. അതുകൊണ്ട് ഇവിടെ എന്താ സംഭവിച്ചത് നിനക്കറിയാമല്ലോ. അതെ സാറേ, പൂജ. പൂജ? അപ്പൊ നിനക്ക് പൂജയെ നേരത്തെ തന്നെ അറിയായിരുന്നു അല്ലേ? അറിയാം സാറേ. ആ കുട്ടിയുടെ കല്യാണത്തിന് ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നു. അവളെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പാണ് അവൾ ആത്മഹത്യ ചെയ്തത്. സാറേ, എനിക്ക് അതൊന്നും അറിയില്ല. പക്ഷേ ആത്മഹത്യ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ വീട്ടുകാരോട് ചോദിച്ചാൽ അറിയും എന്തുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് സാർ. അവൾക്ക് വേറെ ഒരാളുമായിട്ട് ബന്ധമുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അയ്യോ സാറേ, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. പക്ഷേ പുറത്ത് നാട്ടുകാർ ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് സാറേ. അതാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. അതുകൊണ്ട് വീട്ടുകാർക്കേ പറയാൻ പറ്റുള്ളൂ. നാട്ടുകാർക്ക് എന്നും പറയാലോ സാറേ. വായിക്ക് ബെല്ലും ബ്രേക്കില്ലാതെ തോന്നുന്നൊക്കെ പറയാലോ. പിന്നെ സാറേ, ആ കുട്ടിക്ക് സംഭവിച്ചത് ഒട്ടും നല്ലതല്ല. ശരി, നീ ഇപ്പൊ പൊയ്ക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചോളാം. തീർച്ചയായിട്ടും സാർ.
പിന്നെ അലിച്ചേട്ടാ പറയേ, എന്താ പെട്ടെന്ന് വന്നേ? ഇവിടെ എനിക്കൊരു ചെറിയ പണിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് റെഡിയായെന്ന് പറഞ്ഞിട്ട് വാൻ കയറിയതാ. മാഡമിന് എപ്പോഴാണോ സമയം അവിടെ വന്ന് ട്രയൽ നോക്കിയാൽ മതി. ഇത് നിങ്ങൾ നല്ല സന്തോഷ വാർത്തയാണല്ലോ പറയുന്നത്. അല്ല, നിങ്ങൾക്ക് ഈ കാര്യം ഫോണിൽ കൂടി പറയായിരുന്നല്ലോ. ഇത്രയും ദൂരം ബുദ്ധിമുട്ടി വരണ്ടായിരുന്നല്ലോ. അല്ല, അത് പിന്നെ ഞാൻ പൂജയുടെ വീട്ടിലേക്ക് പോയിരുന്നു. കേട്ടപ്പോൾ ഷോക്കായിപ്പോയി. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയുടെ വെഡിങ് ഡ്രസ്സും ഞാൻ റെഡിയാക്കിയത്. കണ്ടില്ലേ വിധിയുടെ വിളയാട്ടം. കുറച്ചാഴ്ച കഴിഞ്ഞ് കല്യാണം. പക്ഷെ ആ കുട്ടിയുടെ അന്ത്യത്തായി. അതും ശരിയാ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ആൾക്കാരൊക്കെ വായി തോന്നുന്ന കാര്യങ്ങളാ പറയുന്നത്. അയൽവാസികളൊക്കെ പറയുന്നത് പെണ്ണിനെന്തോ അഫയർ ഉണ്ടെന്നാണെന്ന്. കല്യാണം ചെയ്യാൻ അവൾക്ക് ഇഷ്ടമല്ലാത്തായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ പ്രീതിയെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയാവുന്നു. നിങ്ങൾക്കറിയാലോ, എന്റെ ഭർത്താവ് ഇത്രയും ദൂരത്താണ് ജോലി ചെയ്യുന്നത്. വർഷത്തിൽ ഒരു തവണയാ വരുന്നത്. അതുകൊണ്ട് ഈ പുറത്തുള്ളവരുടെ കാഴ്ചപ്പാടുണ്ടല്ലോ വളരെ മോശമാണ്. കഴുകനെ പോലെയാ ഇങ്ങനെ നോക്കുന്നത്. ആ പോട്ടെ, ഇവളുടെ ചേട്ടൻ ഇവിടെ വരുന്നത് വരെ ഞാൻ ഇവളെ പുറത്തേക്ക് ഒരിടത്തും വിടാൻ പോകുന്നില്ല. എന്താ എടത്തി, എന്തൊക്കെയായി പറയുന്നേ? പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഒരു സ്ഥലത്തേക്ക് പോകാൻ പുറത്ത് ഇറങ്ങണ്ടേ? എവിടെയാ? എന്റെ കടയിലേക്ക് തന്നെ. നിങ്ങളുടെ ഡ്രസ്സൊക്കെ അവിടെയല്ലേ തന്നിരിക്കുന്നത്. അയ്യോ, അത് ഞാൻ നാളെ തന്നെ വരുമല്ലോ. അലിച്ചേട്ടാ. അല്ല, നിങ്ങളായിരുന്നോ? അകത്തേക്ക് വരൂ. എന്താ പുറത്ത് നിന്നാണെങ്കിൽ? അത് പിന്നെ ഒരു മിനിറ്റ്. സൂട്ട് എവിടെയാ? ഫിറ്റിംഗ് ഒന്ന് ചെക്ക് ചെയ്യാനാ. പ്രീതി വീട്ടിലാ. ഞാൻ പെട്ടെന്നൊന്ന് വന്ന് ചെക്ക് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. ഓ, നിങ്ങളുടെ സൂട്ട്. ഒരു മിനിറ്റ്. ഇത് ഇവിടെ വെച്ചാണല്ലോ. ഇതാ നിങ്ങൾ പറഞ്ഞ ഡ്രസ്സ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഓ, നിങ്ങൾ ട്രയൽ റൂമാണോ അന്വേഷിക്കുന്നത്? അവിടെ ഉണ്ടല്ലോ, നേരെ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അലിചേട്ടാ, നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്സ് കാണാൻ. ഫിറ്റിംഗ് നന്നായിട്ടുണ്ട്. എത്ര ഭംഗിയുണ്ട് കാണാൻ. വളരെ നല്ല ചുരിദാറാണ് നിങ്ങൾ ചെയ്തത്. ലൂസാണോ? ഇല്ല, കറക്റ്റാ. ഇവിടുന്നു? ഇല്ല അലിച്ചേട്ടാ, കറക്റ്റ് ഫിറ്റിംഗാ. ഇവിടെ കുറച്ച് ലൂസ് ഒന്നുണ്ടോ? ഇല്ല അലിച്ചേട്ടാ, കറക്റ്റ് ഫിറ്റിംഗാ. എല്ലാം കറക്റ്റാ അലിച്ചേട്ടാ. അത് ഏത്? ഇവിടെയോ? ഇല്ല 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 ചേട്ടാ, എല്ലാം കറക്റ്റാ. ഇല്ല ചേട്ടാ, കറക്റ്റാ, കറക്റ്റ് ഫിറ്റിംഗാ. ഒരു മിനിറ്റ്. ഇവിടെ ലൂസ് ഉണ്ടോ? ഇവിടെ ലൂസ് ഉണ്ടോ? എന്താ ചെയ്യുന്നത്? ആഗ്രഹിച്ചത് അത്. നീ ഒറ്റയ്ക്കല്ലേ?
ഒറ്റയ്ക്കനല്ലേ നിൽക്കുന്നത്. നിനക്കും ഭർത്താവിന്റെ ഓർമ്മയൊക്കെ വരില്ലേ? ഇങ്ങോട്ട് വാ. നിനക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ചെല്ല് ചെല്ല്. പോവാനോ? പോണോ അല്ലേ? പോകാൻ അനുവദിക്ക്. ചെല്ല് 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 ചെല്ല്. എങ്ങോട്ട്? പോകാൻ അനുവദിക്കാല്ല. ഇങ്ങോട്ട് നിനക്ക് പോണല്ലേ? ഇങ്ങോട്ട് മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്. എന്നെ വീട് എന്നെ വീട് എന്നെ വീട് എന്നെ വീട്. എന്റെ വീട് എലിച്ചേട്ടാ, എന്റെ വീട്. ഇല്ലെങ്കിൽ ഞാൻ ഇത് എല്ലാവരോടും പറയും. ചെല്ല് ചെല്ല്. നിനക്ക് എല്ലാരോടും പറയണല്ലേ? നീ ആരോട് പറയടി? നാട്ടുകാരോട് പറയാം.